നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് പലതരത്തിലുള്ള മാർഷൽ ആർട്ടുകളുണ്ട്. ഇതിലേറ്റവും ശ്രേഷ്ഠം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഓപ്പണായിട്ട് ചിന്തിക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ, ഇത് കാണുന്നവരെങ്കിൽ ഒരുപാട് നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ മനസ്സ് തുറന്നിടപെടുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. ആയോധന കലകളെല്ലാം രൂപപ്പെട്ടത് വന്നത് ഓരോ രാജ്യത്തിൻ്റെയും പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. ആ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ അവർ കണ്ടുപിടിച്ച മാർഗങ്ങളാണ് ഓരോ രാജ്യത്തിൻ്റെ ആയോധന കലയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ജപ്പാനീസ് കരാത്തെ, നിഞ്ച, അങ്ങനെ പറഞ്ഞ ഒരുപാട് ആർട്ടുകളുണ്ട്. അതെല്ലാം അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട്, മറ്റുള്ളവരെ പ്രതിരോധിക്കാൻ അവരുപയോഗിച്ച മാർഗങ്ങളായിരുന്നു വേണം പറയാനായിട്ട്. ഇനി മൗത്തായി തായ്ലൻഡിൻ്റെ ആർട്ടാണ്. അവിടെ അവർ ചെയ്തിരുന്നതും ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് തൻ്റെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി അവർ ഡെവലപ്പ് ചെയ്തതാണ് മൗത്തായി. അങ്ങനെ പറഞ്ഞ് ഏത് ആർട്ടിനെ നിങ്ങൾ നോക്കിക്കൊള്ളൂ. ഇപ്പം തൈക്കൊണ്ടോ എന്ന് പറയുന്നത് കൊറിയൻ ആർട്ടാണ്. അപ്പോൾ അവിടുത്തെ രാജ്യത്തിൻ്റെ അനുസരിച്ചാണ് അവർ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ആർട്ട് മാത്രമാണ് വലുത് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ ഓരോ രാജ്യത്തിൻ്റെയും ഓരോ ആർട്ടിനും വിലയുണ്ട്. ഇനി പൊതുവിൽ മാർഷൽ ആർട്സിനെ കുറിച്ചൊരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഫൈറ്റ് എന്നുള്ളത് മാത്രമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി വരിക. മാർഷൽ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിക്കുക, അടിക്കുക, അല്ലെങ്കിൽ കുത്തുക, വെട്ടുക എന്നുള്ളത് മാത്രമല്ല. അത് സ്വയരക്ഷയുടെ ഒരു ഭാഗമായുള്ളൊരു ചെറിയ ഭാഗം മാത്രമാണ്. ഇനി അല്ലാതെ എന്താണ് മാർഷൽ ആർട്ട് എന്ന് വിശദീകരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ഈ കലകൾ പഠിക്കുമ്പോൾ ഇതിന് 3-4 വശങ്ങളുണ്ട്. 3-4 വശങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു അടി നമ്മൾ പഠിക്കുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട് അടി. ആ അടിയിൽ തന്നെ അതിനകത്തോട്ട് കുറച്ചേറെ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ വരുന്നയാൾ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വരാൻ തന്നെ 1 വർഷം 1.5 വർഷം മിനിമം എടുക്കും. അപ്പോൾ അയാൾ 1.5 വർഷം കൊണ്ട് നമ്മളോട് കാണിക്കുന്ന സത്യസന്ധത, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കേൾക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറെ ഉണ്ടാവും. ഇതിനകത്തു നിന്നാണ് ഇതിൽ പലതും തുറന്നു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെ വർഷങ്ങളുടെ പരിശീലനത്തിൽ ഒരു ഗുരുവിന് ശിഷ്യനോട് തോന്നുന്ന ശരിക്കുള്ള വിശ്വാസമാണ് അതിൽ കൂടുതൽ തുറന്നു കൊടുക്കാനായിട്ട് പ്രാപ്തമാക്കുന്നത്. അങ്ങനെ ചെറിയൊരു അടിയിൽ തുടങ്ങി അവിടുന്ന് എവിടെ വരെ അപകടമുള്ള സന്ധികളിലേക്ക് ഇയാൾ പഠിപ്പിച്ചുകൊണ്ട് വരും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത് കോമൺ ആയിട്ടുള്ള അടിയാണ്. അതായത് ഒരാൾ അടിക്കുമ്പോൾ, റോഡിൽ അടിക്കുമ്പോൾ നമ്മൾ തട്ടിയിട്ട് തിരിച്ച് ഒറ്റ അടി അടിക്കുക കോമൺ ആയിട്ടുള്ള അടിയാണ്. എന്നാൽ ആ അടിയിൽ നമ്മൾ തട്ടിയിട്ട് ഈ കൈക്ക് അടിക്കുക എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വരുന്ന കൈ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അടി അടിച്ചു, അവിടുന്ന് അടി വന്ന് ഇതുകൊണ്ട് തന്നെ തട്ടാനും പറ്റും. ഇനി തട്ടിയില്ലെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാനും പറ്റും. ഇതും കോമൺ ആയൊരു സാധനമാണ്. ഇതായിരിക്കും നമ്മൾ ആദ്യമൊക്കെ മെല്ലെ പഠിപ്പിക്കണത്. ഇനി ഇത് അടിക്കുമ്പോൾ നമ്മൾ തട്ടിയിട്ട് നേരെ ഒരു പഞ്ചായാൽ കുറച്ചുകൂടെ പ്രശ്നമായി. വളരെ കൃത്യമായിട്ട് പിടിയിട്ട് അതൊരു പഞ്ചായാൽ എന്തായി? കൂടുതൽ പ്രശ്നമായി. പഞ്ചാവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അടിച്ച് നമ്മൾ തട്ടി ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഭാഗം ഓപ്പണാണ്, ഈ ഭാഗം ഓപ്പണാണ്. അപ്പോൾ ഇയാൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഹിറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് അടിച്ചു നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കൈ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരണം എന്നുള്ളത്. അപ്പോൾ വേഗത എത്രമാത്രം വേണം ചിന്തിക്കുക. അതായത് അവിടെ നിന്ന് ഒരു അടി അടിച്ചു നമ്മൾ തട്ടുന്നു, ഇവിടെ തട്ട് വരണം. അപ്പോൾ അതാണ് വേഗത എന്ന് പറയുന്നത്. ഇനി ഇതിനെ കുറച്ചുകൂടെ മൂർച്ചപ്പെടുത്തുക എന്ന് കൂട്ടിക്ക്. മൂർച്ചപ്പെടുത്തുമ്പോൾ ഇതേ തട്ടി നമ്മൾ അടുത്തോട്ട് കയറിയാൽ ഈ അടി കൊള്ളില്ല. അപ്പോൾ എന്തായി? ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇവിടുന്ന് തട്ടിയതിന് ശേഷം നമ്മൾ അകത്തോട്ട് കേട്ടിയ ശേഷം 2 ഹാമർ പഞ്ചാണ് കൊടുക്കുന്നെങ്കിൽ ആളുടെ കാര്യം തീരുമാനമാവും. അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തത് വന്നു, നമ്മൾ തട്ടി, ഓക്കെ, ഇവിടെ ഹാമർ പഞ്ചിന് പകരം കൈ ഇവിടെ പിടിച്ചുകൊണ്ട് ഇവിടുന്ന് ശരിക്കും ഇങ്ങനെ ചെയ്താൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കൂടുതലും മൗത്തായി പോലുള്ള ആർട്ടുകളിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ കൾച്ചർ അനുസരിച്ച് അത് പഠിച്ചിട്ട്, ഇപ്പോൾ ടോണിജിയൊക്കെ ചെയ്യുന്ന സമയത്ത് ടോണിജിയുടെ ആ പഴയ ചരിത്രം നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു സംഗതിയൊക്കെ കെട്ടി വെച്ചിട്ട് അതെടുത്തിട്ട് അവർ വായിലിട്ട് ചവച്ചിട്ട് ഇങ്ങനെ ഊതിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില മെഡിസിനുകളും മാന്ത്രികവും താന്ത്രികവും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ മൗത്തായുടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരുടെ കൾച്ചർ നമ്മൾ ഉൾക്കൊണ്ട് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റിയാലിറ്റി കിട്ടും. കരാത്തെ പഠിക്കുമ്പോൾ അവരുടെ കൾച്ചർ പഠിച്ചിട്ട് ചെയ്യുക, അതുപോലെ തന്നെ തൈക്കൊണ്ടോ പഠിക്കുമ്പോൾ അവരുടെ കൾച്ചർ പഠിച്ചിട്ട് ചെയ്യുക. അങ്ങനെ കൾച്ചർ പഠിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കളരികളുടെ കൾച്ചർ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ അതിനൊരു റിയാലിറ്റി കൂടുതൽ വരും. ഇങ്ങനെ ഒരു 3-4 മാർഷൽ ആർട്സിൽ മിനിമം പഠിച്ചാൽ നിങ്ങൾ കൂടുതൽ സംസാരശൂന്യനാകുന്നതായിട്ട്, സൈലന്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇരുത്തം വരിക എന്ന് പറയുന്നത്. ആ ഇരുത്തം വന്ന ആൾക്കാരെ, പുതിയ തലമുറയെ സൃഷ്ടിക്കുകയാണ് VIP അക്കാഡമി ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.